ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് അറിയാ രുചികളും കാണാ കാഴ്ചകളും. അങ്ങനെ ഞാനിപ്പോൾ ബോൽപൂരിലാണുള്ളത്. ആക്ച്വലി ഈ ഭാഗത്ത് ഒരുപാട് ട്രൈബൽ വില്ലേജസ് ഉള്ളൊരു ഏരിയയാണ് ഈ ബോൽപൂർ. അപ്പം ഇന്ന് എൻ്റെ യാത്ര ട്രൈബൽ വില്ലേജിലേക്കാണ്. ട്രൈബ്സിലെ അതിലെ ആൾക്കാരുടെ കൂടെ ഇടപഴകി അവരുടെ ഭക്ഷണങ്ങൾ കഴിച്ച് ആ രുചികളൊക്കെ അറിഞ്ഞ് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് അതിലേക്ക് നമുക്കൊന്ന് പോയി നോക്കിയാലോ. അപ്പം എൻ്റെ കൂടെ വരിക, നമുക്ക് ഓരോ വില്ലേജും കയറി ഇറങ്ങണം, ഓരോ ഭക്ഷണങ്ങളും കഴിക്കണം. കമോൺ, ബൈ. ഞാൻ നടന്നിരുന്നത് ഇവിടെ ഒരാൾ ഇങ്ങനെ നമ്മൾ ചേട്ടൻ പമ്പ് ചെയ്യുന്നുണ്ട് വെള്ളം, മറ്റേ കൊഴുക്കാണ്ട് വെള്ളമില്ലേ, ചെറുതായിട്ടൊന്ന് അതിന് വെള്ളം കുടിച്ച് നോക്കാന്നുണ്ട്. ട്രൈ ചെയ്യാലോ നമുക്ക്, ബാ. यहाँ की जो मार्ग ये है, इससे पानी आती है यहाँ पे, पूरे घर पे यही पे है. ഒരു ഏകദേശം ഒരു ഫുൾ ഏരിയയിലേക്ക് ഇങ്ങനെ തന്നെയാണ് ഇവിടെ വെള്ളം വരുന്നത്. ഇത് തന്നെയാണ് ഇവിടുത്തെ വെള്ളത്തിൻ്റെ മാർഗം. വേനൽക്കാലത്ത് ഇവർ ഈ മഴക്കാലത്ത് ഓൾറെഡി എന്ത് ചെയ്യും, ഈ നമ്മൾ വെള്ളം ശേഖരിക്കാൻ ഓരോ തടങ്ങൾ ഉണ്ടാക്കില്ല, അതുപോലെ തന്നെ ഇവർ കുറച്ച് ഐ തിങ്ക് എവിടെയാ മേലേന്നാ പറഞ്ഞത്, എന്തിൻ്റെ മേലെയാന്ന് കിസ്കി ഊപ്പർ ടാങ്കർ, വലിയ ടാങ്ക് പോലെ മേലെ എവിടെ വെച്ചിട്ടുണ്ട് അവർ. അപ്പോൾ അതിൽ ശേഖരിക്കും. വേനൽക്കാലം ആകുമ്പോൾ കുടിക്കാനും ഭക്ഷണം ഉണ്ടാക്കാനൊക്കെ ഉള്ള വെള്ളം അവർ അവിടെ നിന്ന് എടുക്കും. പിന്നെ കുളിക്കും മറ്റു ആവശ്യങ്ങൾക്കൊക്കെ അവർ നദിയാണ് ആശ്രയിക്കണേ. ഇങ്ങനെയാണ് ഇപ്പോൾ ചേട്ടൻ പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഒരു ട്രൈബൽ വില്ലേജാണ്, അവിടുത്തെ കുറേ കൾച്ചറും റിച്വൽസും ഉണ്ട്. മഴക്കാലമാണ്, കുഞ്ഞു കുഞ്ഞു മഴത്തുള്ളി ഇങ്ങനെ വീഴുന്നുണ്ട്. ഞാനിങ്ങനെ നടക്കുക. അപ്പോൾ ഞാൻ അടുത്ത സ്ഥലത്തോട്ട് പോവാം. അപ്പോൾ ഇങ്ങനെ നടന്നു വരുമ്പോൾ ഇവിടെ വലിയൊരു ബുദ്ധൻ്റെ പ്രതിമ കാണുന്നുണ്ട് കേട്ടോ. നല്ല വൈറ്റ് പെയിൻറ്റൊക്കെ അടിച്ചിട്ട് അത്യാവശ്യം നല്ല ഹൈറ്റിൽ ബുദ്ധൻ്റെ പ്രതിമ വെച്ചിട്ടുണ്ട്. അതെന്താണെന്നൊക്കെ ഒന്ന് പോയി നോക്കണം. ഗേറ്റ് ഉണ്ട്, ഗേറ്റ് പൂട്ടിയിട്ടുണ്ടോ എന്നല്ല, താഴെ ഇറങ്ങിയാലേ പറയാൻ പറ്റുള്ളൂ. എന്തായാലും ഞാൻ അങ്ങോട്ട് പോയി നോക്കുക. ഇവിടെ നല്ല ഒരു സ്ലോപ്പാണേ, മഴയൊക്കെ ആയിട്ട് ഫുള്ള് വെള്ളമൊക്കെ ഉണ്ട്. വഴുക്കാതെ പോയാൽ നടുവിളുക്കാണ്ട് സൂക്ഷിക്കാം. അപ്പോൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഇത് ശാന്തി നികേതൻ അംബേദ്കർ ബുദ്ധിസ്റ്റ് വെൽഫെയർ മിഷൻ്റെയാണ് കേട്ടോ. അപ്പോൾ രസമായിട്ടിങ്ങനെ ഒരു ഗേറ്റല്ല, ഒരു കയറി വരുമ്പോൾ തന്നെ 2 പില്ലറൊക്കെ ഉണ്ട്. 2 പില്ലറിൽ ചേർത്ത് ഒരു ബുദ്ധിസ്റ്റ് സ്റ്റൈൽ തന്നെയാണ് കേട്ടോ. ഈ മൊണാസ്ട്രി പോലെയൊക്കെ തന്നെ ആ ഒരു കൺസ്ട്രക്ഷനാണ്, സ്ട്രക്ചറിലൊക്കെയാണ് ഇത് കൊടുത്തിട്ടുള്ളത്. അവിടെ എന്തോ എഴുതി വെച്ചിട്ടുണ്ട്, അത് വേണ്ട, എന്തോ ഒരു ഗേറ്റെന്ന് മാത്രം എനിക്ക് വായിക്കാൻ പറ്റുന്നുണ്ട്. വൈറ്റ് പെയിൻറ്റ് ഇളകിയിട്ട് ആ ഒരു സ്കൾപ്ചർ മാത്രമേ ഇവിടെ ഉള്ളൂ. പിന്നെ ബംഗ്ല ഒബ്വിയസ്ലി എനിക്ക് വായിക്കാൻ അറിയില്ല ഗൈസ്, ചിലതൊക്കെ മനസ്സിലാവും, നല്ലോണം വായിക്കാം. അപ്പം ഞാൻ എഴുതി നോക്കട്ടെ. ഡാർക്ക് പണി കിട്ടി. ഇത് എന്താൻ പറ്റില്ല, തുറക്കാൻ പറ്റില്ല, ഉള്ളിൽ നിന്ന് പൂട്ടി വെക്കുക, പുറത്തുനിന്നല്ല. അടിച്ച് പൊട്ടിക്കാന്ന് വെച്ചാൽ പോലും ഞാനിവിടെ അടി വാങ്ങിയിട്ടേ പോകൂ. ശാന്തപ്രിയനായ ബുദ്ധൻ വളരെ ശാന്തനായിട്ട് പുഞ്ചിരി തൂക്കി ഇരിപ്പുണ്ട്. ബുദ്ധൻ്റെ ആ ഒരു ടിപ്പിക്കൽ തന്നെയാട്ടോ കൊടുത്തിട്ടുള്ളത്. ഒരു കൈ ഇങ്ങനെ വെച്ച് ധ്യാനത്തിൽ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധൻ്റെ ആ ഒരു ഫേസ് തന്നെയാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. വെൽ മെയിൻറ്റെയിൻഡ് ആട്ടോ, പറയാണ്ടിരിക്കാൻ വയ്യ. മഴയൊക്കെ വരുന്നുണ്ട്, എല്ലാം ഉണ്ട്. എനിക്ക് തോന്നുന്നു ഗ്രാമമായതുകൊണ്ടേ ഇരിക്കണം, ഇവിടെ പുകയും പൊടിപടലൊന്നും വരണില്ലല്ലോ, അതുകൊണ്ടേ ഇരിക്കണം. നല്ല വൈറ്റ് കളറിൽ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോയിട്ടുണ്ട്. താഴെ ബുദ്ധൻ്റെ എന്താ പറയുക, ബുദ്ധൻ അത് പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുന്ന ബുദ്ധൻ്റെ ആ ഒരു കാലഘട്ടവും അപ്പുറത്ത് ശൈലിയിലിരിക്കുന്ന ആളെ സുഖപ്പെടുത്തുന്ന ബുദ്ധൻ്റെ ആ ഒരു കുറേ കോൺസെപ്റ്റും സ്റ്റോറീസൊക്കെ ഇല്ലേ, അതൊക്കെ തന്നെ അവിടെ ചുമരിൽ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം രസമായിട്ട് അവർ ആ വർക്ക് ചെയ്തിട്ടുണ്ട്. വായിച്ചിട്ട് എന്നെ കൊണ്ട് പറ്റണില്ല, കാരണം ബംഗ്ലായതുകൊണ്ടാണ്. പിന്നെ ഇവിടെ 2 സ്തൂപങ്ങളുണ്ട്, അതെന്താണെന്ന് ഒരു ഐഡിയയില്ല. അതും ബംഗ്ലയിലാണ് എഴുതിയിട്ടുള്ളത്. എല്ലാം തന്നെയാണ്. പിന്നെ ആൾക്കാരുടെ പേര് മാത്രമേ കിട്ടിയിട്ട് നമുക്ക് കാര്യമില്ലല്ലോ. അപ്പോൾ ഇത്തരം ഒരു സാധനം അവിടെ വേറെ എന്തൊരു കൺസ്ട്രക്ഷൻ വരുന്നുണ്ട് കേട്ടോ ഉള്ളിൽ. പിന്നെ ഒരു അമ്പലം പോലത്തെ ഒരു കാര്യം അവിടെ ഉണ്ട്. ഇത് ഉള്ളോട്ടേക്ക് കുറച്ചുണ്ട്, അവിടെയും ഒരു സ്തൂപം ഞാൻ കാണുന്നുണ്ട്. എന്താണെന്ന് കൃത്യമായിട്ട് അറിയില്ല. ഒന്ന് കറങ്ങി നോക്കാം നമുക്ക് ഇവിടെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം. അല്ലാണ്ട് ഇവിടെ ഇപ്പുറം സൈഡിൽ നോക്കിയാൽ നല്ല പച്ചപ്പുല്ലിന് ഇങ്ങനെ വഴികൾ പോവുകയാണ്. ഇവിടെ ബുദ്ധൻ്റെ ഈ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ബുദ്ധ ഭിക്ഷുവിൻ്റെ കുറേ ഫോട്ടോസ് ഉണ്ട്. ലാമന്മാർ അല്ലെങ്കിൽ ആ ഒരു മോങ്സിൻ്റെ ഒരു പ്രതിമകളും കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ ലോട്ടസ് കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ?
ആ ബുദ്ധൻ്റെ നെറ്റിയും എൻ്റെ ടാറ്റു ഒന്ന് സൂക്ഷിച്ച് നോക്കിക്ക്, രണ്ടും ഒരുപോലെ ഇല്ലേ? അപ്പം ഇത് എൻ്റെ ടാറ്റു എല്ലാവുമാണ് കേട്ടോ, ബുദ്ധൻ്റെ ഒരു തന്നെയാണ്. പുറകിലൊരു കുഞ്ഞ് അമ്പലം പോലെ ആൽമരമുണ്ട്. ആൽമരമാണല്ലോ ബുദ്ധൻ്റെ സ്ഥലം, അവിടെ ഇരുന്നിട്ടാണല്ലോ ഗൗതമ ബുദ്ധൻ്റെ ആ ഒരു ബോധോദയം അല്ലെങ്കിൽ നിർവ്വാണയിലേക്കുള്ള ആ ഒരു യാത്ര നമ്മൾ പറയുന്നുള്ളത്. നേരെ പുറകിൽ ആ ബിൽഡിങ് ഇതിൻ്റെ ബാക്കി തന്നെയാണ് ഗൈസ്. കാരണം ഞാൻ ആ മേലുള്ള ആ ഒരു ഇത് കണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത് ബുദ്ധൻ്റെയാണ്. കാരണം ആ ഒരു പ്രത്യേക ടൈപ്പ് ഓഫ് സ്ട്രക്ചർ കണ്ടപ്പോൾ എനിക്ക് തോന്നി. പക്ഷെ ഉള്ളോട്ടേക്ക് എനിക്ക് തോന്നണില്ല നമുക്ക് പെർമിഷൻ ഉണ്ടെന്ന്. ഉള്ളിൽ ടാഗോറിൻ്റെ ഒരു പ്രതിമയുണ്ട് കേട്ടോ. അപ്പം ഈ ഏരിയയിൽ എനിക്ക് തോന്നുന്നു ഈ വെൽഫെയർ, ഇവിടുത്തെ ബുദ്ധിസ്റ്റ് ആൾക്കാർക്കുള്ള ആ ഒരു ബുദ്ധമതത്തിലുള്ള ആൾക്കാർക്കുള്ള ഒരു സൊസൈറ്റി തന്നെ ആയിരിക്കണം ഇത്. ഇവിടെ അധികം അങ്ങനത്തെ ആൾക്കാർ തന്നെ ആയിരിക്കണം. കാരണം എല്ലാം തന്നെ ആ ഒരു ഈവൻ ജനലിൽ പോലും അവരുടെ കുറച്ച് എംബ്ലംസൊക്കെ വെച്ചിട്ടാണ് ആ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ടല്ലേ. ഫുൾ തേക്കാണ്, മഹാഗണിയാന്ന് തോന്നുന്നു. അങ്ങനെ കുറേ പ്ലാന്റൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. എന്തായാലും ഇത്രയും വലിയ ബുദ്ധൻ്റെ പ്രതിമേൻ്റെ ഇടയിൽ ഇച്ചിരി പോകുന്നൊരു ഞാനുണ്ട്. ഇവിടെ നമുക്ക് തിരിച്ചെങ്ങനെ പോകണം, ഇനി പോണ വഴിയിൽ കുറേ സ്കൂളുകളൊക്കെ കാണണം. അപ്പം നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം. ഇപ്പോൾ ഇവിടെ ഞാൻ കാണുന്ന വേറൊരു സാധനം എന്ന് പറയുന്നത് ഇഷ്ടിക വെച്ചുണ്ടാക്കിയിട്ടൊരു ബിൽഡിംഗാണ്. അതായത് സ്കൂളാണ്, ഇതൊരു സ്കൂളാണ്. പിന്നെ ഒരു കാര്യം എനിക്ക് ഇവിടെ പ്രത്യേകിച്ച് പറയുന്നുണ്ട്. അതായത് ഞാൻ വരുന്ന വഴിയിൽ രണ്ടാഴ്ചയാണ് നമ്മളാടെ സ്കൂളിൽ ടീച്ചർ ഇങ്ങനെ ഇരിക്കും, ഒരു പൊക്കത്ത് കയറിയിരിക്കും. നമ്മൾ പിള്ളേരാണെങ്കിലും ബെഞ്ചും ഡെസ്കും വെച്ചിട്ട് ഇരുന്ന് എഴുതാനൊക്കെയുള്ള അത്രയും സൗകര്യങ്ങളൊക്കെയാണ് നമ്മുടെ സ്കൂളിലുള്ളത്. പക്ഷേ ഈടാ ഗുരുകുല ശാന്തിനികേതൻ്റെ അല്ലെങ്കിൽ ഒരു ഏരിയയുടെ തന്നെ പ്രത്യേകതയാണ്. എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഗുരുകുല സമ്പ്രദായമാണ് ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ടീച്ചറും കുട്ടികളും തറയിലിരുന്നിട്ടാണ് ഇവിടെ പഠിക്കുന്നത്. ഭയങ്കര രസമായിട്ട് തോന്നിയിട്ട് കണ്ടപ്പോൾ. അപ്പോൾ ഇപ്പം ഞാനൊരു ഇടവഴിയിലേക്ക് കയറാൻ പോവാം കേട്ടോ. ഞാൻ ഓൾറെഡി പറഞ്ഞു ഇത് ആദിവാസികൾ വസിക്കുന്നൊരു ഗ്രാമമാണ്. അപ്പം ആ ഗ്രാമത്തിൽ ഇപ്പം ഞാൻ കഴിച്ചിറക്കുന്നത് വീട്, ഇതൊക്കെ ഇവരിവിടെ താമസിക്കുന്ന ടൈപ്പ് ഓഫ് വീടാണ്. കുളം പോലെ ഉണ്ടെങ്കിൽ പോലും ചതുപ്പായിരിക്കണം. കാരണം നല്ല രസമായിട്ട് അത്യാവശ്യം നല്ല വീതിയിൽ വട്ടത്തിൽ ഇങ്ങനെ കിടപ്പുണ്ട്. കണ്ട ഇവിടെ ഫുള്ള് പരന്ന് കിടക്കുക. ഇത് കൺസ്ട്രക്ഷൻ ഓഫ് അല്ലല്ല, ഇത് ആക്ടിവിറ്റി സെൻ്ററാണ്. അതായത് സ്കൂളല്ല, കുട്ടികൾക്കും ആൾക്കാർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റി ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ സൗകര്യത്തിന് വേണ്ടി തുറന്നു കൊടുത്ത സ്ഥലമാണ്. ഇതിവിടെ എഴുതിയിട്ടുണ്ട്, കൺസ്ട്രക്ഷൻ ഓഫ് കഫ്റ്റീരിയ അറ്റ് SHG ആക്ടിവിറ്റി സെൻ്റർ അറ്റ് ബല്ലവ്പൂർ ദംഗ മോഡൽ വില്ലേജ് അണ്ടർ SHG. അപ്പം അതിന് വേണ്ടി ഉണ്ടാക്കിയൊരു സ്പേസാണ്. ഫുള്ള് ഇതൊക്കെ നമ്മളിങ്ങനെ ക്ലേ തന്നെ ആയിരിക്കണം, ക്ലേ ഓർ സിമെൻറ്റ്. അതുകൊണ്ട് ഇങ്ങനെ കാർവ് ചെയ്തെടുത്തിട്ട് അത്യാവശ്യം പെയിൻ്റ് എല്ലാം ചെയ്താക്കിയിട്ട് ഇതേ നമ്മുടെ ഗോണ്ടാട്ടിൽ പിള്ളേരൊക്കെ ഇവിടെ നിന്ന് കളിക്കുന്നത്. ഗാലറിയേ പിള്ളേരെല്ലാം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയോ ഗോലി നമ്മുടെ ഗോട്ടിക്കളി കളിച്ചുകൊണ്ടിരിക്കുക പിള്ളേർ. बच्चे का नाम क्या है? ബോഷൻ. ബൊന്ന എന്നാട്ടോ കുഞ്ഞിൻ്റെ പേര്. ഗാന ഗായമ്മേ ഗന്ന ഗാലിയാപ്പനെ ദേ എന്നെ പോലെ ബിന്ദിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവർ സഞ്ചിയിൽ ഇങ്ങനെ ഓരോ പ്ലാസ്റ്റിക് കുപ്പിയിലും വെള്ളം നിറച്ചിട്ട് സഞ്ചിയിലാക്കി. आपकी घर आसपास ही है? आपकी घर आसपास है? ठीक है, वहाँ पे
കാണുമ്പോൾ ഒരു വിഷമമാണ്. കാരണം നമ്മളൊക്കെ അത്യാവശ്യം നല്ല വെള്ളം, പല ടൈപ്പ് ഓഫ് വെള്ളങ്ങൾ, നമ്മളെല്ലാ രീതിയിലും എല്ലാ ക്വാളിറ്റിയുള്ള സാധനങ്ങൾ നമ്മളൊക്കെ കഴിക്കുന്നുണ്ട്. പക്ഷെ ഇത്തരം ഗ്രാമങ്ങളിൽ ഇവരിപ്പോഴും ഇങ്ങനെയൊക്കെ ജീവിക്കുന്ന കാണുമ്പോൾ നമുക്കുണ്ടാവുന്നൊരു വിഷമം. कुछ मोना का स्कूल है तो स्कूल जा रही है वो? कितने क्लास में? कौन से क्लास में पढ़े? 2. अरे वाह, 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോൻ. आज स्कूल नहीं है आज? हाँ है ना. വിശ്വകർമ്മ പൂജയുടെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ റീസൺ ആയതുകൊണ്ട് ഇവർക്ക് അവധിയാട്ടോ സ്കൂളിൽ. അപ്പോൾ അമ്മേനെ സഹായിക്കാൻ വേണ്ടി വന്നേക്കുവാ പാവം. വളരെ രസമായിട്ടിരുന്ന് വെള്ളം ഇങ്ങനെ നിറയ്ക്കുന്നുണ്ട്, ആസ്വദിക്കുന്നുണ്ട്. ഭാവിയിൽ പറയാൻ പറ്റില്ല, ഭാവിയിൽ നമ്മൾ കാണാൻ പോകുന്ന എന്തെങ്കിലും വലിയൊരു ഓഫീസറായിരിക്കും അവൻ. ബൊണ്ണ, പേര് മറക്കരുത്, ബൊണ്ണ. ഞാൻ നേരത്തെ പറഞ്ഞ സ്ഥലത്ത് ആൾക്കാരൊക്കെ കൂടിയിട്ടുണ്ട്. നമ്മുടെ ഈ അയൽക്കൂട്ടങ്ങളില്ലേ, അയൽക്കൂട്ടം, കുടുംബശ്രീ പോലെ ആൾക്കാരെല്ലാം അവിടെ കൂടിയിട്ടുണ്ട്. അവർക്ക് ഹിന്ദി അറിയില്ല, എനിക്ക് ബംഗ്ലി അറിയില്ല. ഐ തിങ്ക് ഇവിടെ ആർക്കും ഹിന്ദി അറിയില്ല. അപ്പോൾ എനിക്കിത് ഇവരോട് സംസാരിക്കാനുള്ളൊരു ഓപ്ഷൻ എനിക്ക് നഷ്ടപ്പെട്ടു. പക്ഷേ 2 കൾച്ചറാണ്. ഇപ്പം എന്നെ നിങ്ങൾക്ക് കാണാം, ഈ ഒരു നമ്മുടെ അക്ടീറും അവരുടെ അക്ടീറും നോക്കിക്കേ, ലൈക്ക് കൃത്യമായിട്ട് പ്രോപ്പർ ബംഗ്ലാ സ്റ്റൈലും മല്ലു, ടിപ്പിക്കൽ മല്ലു സ്റ്റൈലും അപ്പോൾ ഞാനുള്ളത്. നമ്മൾ ഇത്രയ്ക്ക് വേഷം കെട്ടിയാൽ ഇവരെ പോലെ ആവില്ല കേട്ടോ. അത് വേറെ തന്നെ ഒരു കൾച്ചറാണ്, അവരുടെ ഭംഗി വേറെ തന്നെ ഒരു ഭംഗിയാണ്. നല്ല രസമായിട്ട് എല്ലാവരും ഇരിക്കുന്നുണ്ട്. आपको हिंदी आती है? क्या हो रहा है यहाँ पे? ट्रेनिंग एनिमल हस्बेंड्री ट्रेनिंग ओके एनिमल हस्बेंड्री प्रोग्राम ആണ് കേട്ടോ. സോ ये सब लोग यहाँ क्लास के लिए आई है. ठीक है. അപ്പോൾ ഒരു ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് വന്നവരെല്ലാവരും ഈ ഏരിയയിലുള്ള ആൾക്കാർ തന്നെ, എല്ലാവരും കൂടെ കുടുംബശ്രീ, നമ്മുടെ ഓരോ ആയോജന പോലെ തന്നെ അയൽക്കൂട്ടം, കുടുംബശ്രീ പോലെ എല്ലാവരും കൂടി ഇരുന്നിട്ട് ഇവിടെ അനിമൽ ഹസ്ബൻഡ്രീൻ്റെ ക്ലാസ് ആണ് എടുക്കാൻ പോകണം. आप ക്ലാസ്സിലേര് ക്ലാസ് എടുക്കുന്ന ആളാണിത്. ഓക്കെ, അപ്പോൾ ഇവരാണ് നമുക്ക് കുട്ടികൾക്ക്, കുട്ടികളല്ല, വലിയ സ്ത്രീകൾക്കുള്ള ക്ലാസ്സുകളൊക്കെ എടുക്കുന്നത്. എല്ലാവരും കൂട്ടം കൂടി ഇരിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഡിസ്റ്റർബ് ചെയ്യേണ്ട, അവിടെ ക്ലാസ് നടക്കട്ടെ. സോ ധന്യവാദം, താങ്ക് യു. സോ നമുക്ക് ഇവിടുന്ന് പോവാം, അല്ലേ ശരിയാവില്ല കേട്ടോ. നമ്മളത് ശല്യപ്പെടുത്താൻ പാടില്ല. തന്നത്ത് ആദിവാസി ഊര് എന്നൊക്കെ പറയില്ല, അതുപോലത്തെ പഴയ സെറ്റപ്പിൽ തന്നെയാണ്. മണ്ണും സിമെൻറ്റും ഉണ്ട് കേട്ടോ. അങ്ങനത്തെ ഒരു വീട്. അതിൻ്റെ ഷേപ്പ് കണ്ടിട്ട് മറ്റേ ബുദ്ധൻ്റെ തലയിലുണ്ടാവുന്ന ആ സാധനമില്ലേ, ബുദ്ധൻ ഇരിക്കുമ്പോൾ തലയിൽ ഇങ്ങനെ ഇരിക്കണം, അതുപോലെ ഉണ്ട്. വെറുതെ എടുത്തിട്ടൊരു പ്രശ്നം ഉണ്ടാക്കണ്ട. ബാ. ആഹാ, ഇതിപ്പോൾ ഞാൻ എത്തിയത് കറങ്ങി തിരിയാൻ പറ്റി എവിടെയാണെന്നറിയോ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു മ്യൂസിയം ഇവിടെ ഉണ്ടെന്ന്. അതായത് കല്ലുകൾ വെച്ചിട്ടാണ് ഇവിടുത്തെ മ്യൂസിയത്തിൽ. കല്ലാണ് കേട്ടോ പ്രത്യേകത. ദേ ഇവിടെ കണ്ട ഓരോ കല്ല് ഓരോ രൂപങ്ങളാണ്. അതായത് നേച്ചർ സ്കൾപ്ചർ. ഇവിടെ ഭൂമിയിൽ തന്നെ നമുക്ക് കിട്ടുന്ന കല്ലുകളുടെ ആ രൂപത്തിന് ഇവിടെ വെച്ചേക്കും. അത് കിങ് ഫിഷർ എന്താണെന്ന് എനിക്ക് കണ്ടിട്ടൊന്നും തോന്നുന്നില്ല, പക്ഷേ അവർ കിങ് ഫിഷർ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇപ്പുറത്തൊന്നും കാണണ്ട, അതിൻ്റെ പേര് അടിയില്ല. അപ്പോൾ എനിക്ക് എന്താണെന്ന് ഒട്ടും മനസ്സിലായില്ല. വേറെ ആ സൈഡിലേക്കൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് പോയി കാണണം. പക്ഷേ ആദ്യം കഴിക്കണം. പിന്നെ ഇത് ചെറുതായിട്ട് എനിക്ക് മനസ്സിലായിട്ടോ. ബട്ടർഫ്ലൈസ് ആണ് ഈ കല്ല് കാണിക്കുന്നത്. സംഭവം എന്താണെന്ന് വെച്ചാൽ, ബട്ടർഫ്ലൈൻ്റെ പ്രൊഫൈൽ ആലോചിക്കൂ. ബട്ടർഫ്ലൈ ഇങ്ങനെ എന്നെ പോലെ നിൽക്കുന്നു, ചിറക് വിരിക്കുന്നു, നിൽക്കുന്നു, ചിറക് വിരിക്കുന്നു, തല, ചിറക്. ഇതാണ് ബട്ടർഫ്ലൈ. അത് പിന്നെയും ഞാൻ സമ്മതിച്ചു കൊടുക്കും, ചെറുതായിട്ടുണ്ട്. കോഴിയാ? ചെറുതായിട്ടുണ്ട്. ഒരു കോഴിയിലൊക്കെ ഉണ്ട്. കോഴിയുടെ തല, ഉടൽ, മറ്റേ വിങ്സിൻ്റെ പോർഷൻ, വാല്. അപ്പം നേച്ചർ സ്കൾപ്ചേഴ്സാണ് ഇവിടുത്തെ എല്ലാ കല്ലുകളും. അത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് ലാഫിങ് ഫേസ്. എവിടം കൊണ്ട് ഒരു മിനിറ്റ് അത് തീരുമാനമാക്കട്ടെ. എന്നൊക്കെ പറയാം. ചിരിക്കുന്ന മുഖമാണെന്നാണ് പറയണത്. അപ്പോൾ നമ്മൾ നമ്മുടെ ഏകദേശം സ്ഥലത്തെത്തിയിട്ടുണ്ട്. അതിന് മുമ്പ് ഒരു സാധനം കൂടെ ഇവിടെ കാണാനുണ്ട്. ഡോയിൽ. എനിക്കറിയാൻ പാടില്ല സാറേ ഇവരെന്തൊക്കെയോ എഴുതി വെച്ചേക്കണേന്ന്. അപ്പം ഞാനിതാ നമ്മുടെ സ്ഥലത്ത് ഏകദേശം എത്തി. ഇതെവിടെ ഇരിപ്പിടമൊക്കെ ഉണ്ട് കേട്ടോ. ഇരിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. ഫുള്ള് ഇങ്ങനെ മാർബിളിൻ്റെയും ടൈൽസിൻ്റെയൊക്കെ സാധനം വെച്ചിട്ടാണ് അവർ
സിറ്റിംഗ് ഒക്കെ ഉണ്ടാക്കിയുള്ള ഇഷ്ടിക വെച്ചിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ സിമെൻറ്റിൻ്റെ തന്നെ ചെയറാണ്. അപ്പം ഇവിടെ ഭക്ഷണം കഴിക്കണം. ഇവിടെ ഇരുന്നാൽ ഭക്ഷണം കൊണ്ടുത്തരുമെന്ന് വിചാരിക്കുകയാണ്. അപ്പം ഞാൻ ഇരുന്ന് നോക്കട്ടെ, ഭക്ഷണം കിട്ടുമായിരിക്കും. ബുദ്ധന് ബോധോദയം മരത്തന്നിരുന്നായിരുന്നെങ്കിൽ ശ്രുതിക്ക്, അതായത് എനിക്ക് വിശപ്പിൻ്റെ വിളി വന്നത് മരത്തിൻ്റെ അടിയിലാണ്. ഭയ്യ ചാവൽ ദേന. ഹാ, ഫുഡ് ഇപ്പം വരും. നമ്മുടെ റേഷൻ കടയത്തെ അതേ ചോറ്. റേഷൻ എവിടെയായാലും വ്യത്യാസമില്ല എന്നപ്പോൾ എനിക്ക് മനസ്സിലായി. പക്ഷെ നല്ല നല്ല അരി കേട്ടോ ഇത്. നെയ്യ് ഒഴിക്കുന്നുണ്ട് കേട്ടോ. നെയ്യ് ഒരു സൈഡിൽ ഒഴിച്ചു തന്നിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിന് കിട്ടും. പക്ഷേ എനിക്ക് വലിയ നെയ്യ് താല്പര്യമില്ലാത്തതിനെ കൊണ്ട് ഒരു ഇച്ചിരി നെയ്യ് നമ്മൾ ഒഴിച്ചു. ഇതിൽ സവോളയുണ്ട്, പച്ചമുളകുണ്ട്, പിന്നെ ചെറുനാരങ്ങയുണ്ട്. പിന്നെ എന്തൊരു സാധനങ്ങൾ നാം ക്യാ ഹേ? അതെനിക്ക് പറയാം. വഴുതനയുടെ പേര് വൈകൻ. പക്ഷേ ഡിഷിൻ്റെ പേര് വെച്ചപ്പം വൈകൻ തന്നെയാണ് കേട്ടോ പറഞ്ഞത്. ഇത് മറ്റേ സ്റ്റൗവിൽ വെച്ചിട്ട് നമ്മൾ പൊള്ളിച്ചെടുക്കൂല എണ്ണ വെച്ചിട്ട്, ആ ഒരു ഡിഷാണ്. എണ്ണ നേരെ ഇട്ടിട്ട് വേവിച്ചെടുക്കുന്ന ആലുമാക്ക. നമ്മുടെ സ്വന്തം ഉരുളക്കിഴങ്ങ് വറ്റൽ മുളക് ഇട്ടിട്ടാണ് ഉണ്ടാക്കിയത്. അടുത്ത ഡിഷ് വന്നിട്ടുണ്ട്. സ്കനാം ക്യാ ഭയ്യ? പോയിട്ടാട്ട. ഇതിലെന്തൊക്കെയാ ഉള്ളതെന്നൊന്നും കൊള്ളാം, പക്ഷെ കാണാൻ നമ്മൾ ഒഴിച്ചോളൂ. ആഹാ, ദാൽ. നമ്മുടെ ചെറുതായിട്ട് അല്ല, നല്ല മഴ വരുന്നുണ്ട്. സോ ഞാൻ ഉള്ളോട്ടിരിക്കുക. ഇതായിരിക്കും നന്നാവുക. നന്നായിട്ട് വേവിച്ചിട്ടുണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട്. ഇനി വിഷഞ്ചിപ്പിൻ്റെ വീഡിയോ വന്നിട്ടാണോ അറിയില്ല. കൊള്ളാം. നമ്മുടെ आलू, इसका नाम क्या था भैया? इसका आलू माका। आलू माका। और ये है आपको पोईटाटा। पोईटाटा, आलू माका पोईटाटा. അപ്പോൾ ആലു മാക്ക, ഉരുളക്കിഴങ്ങ് ഉടച്ചത്, അത്രയേ ഉള്ളൂ. വറ്റൽമുളകും വറ്റൽമുളകും പിന്നെ ഉരുളക്കിഴങ്ങും പരിപ്പും നല്ലോണം ഉടച്ചെടുത്തതാണ് ആലുമാക്ക. ഭക്ഷണമൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്കിതൊന്ന് ആസ്വദിച്ച് കഴിക്കണം. ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്കിനി അടുത്ത സ്ഥലത്തേക്ക് പോകാൻ. അവിടെ എത്തിയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. അതിന് മുമ്പ് എനിക്കൊന്ന് തീർത്തേ പറ്റൂ. അപ്പോൾ ശരി, ഇത് കഴിച്ചിട്ട് നമുക്ക് അവിടെ കാണാം. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ശാന്തി നികേതനിലാണ്. ഇതൊരു വിശ്വവിദ്യാലയത്തിൽ, വിശ്വഭാരതി യൂണിവേഴ്സിറ്റിയിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇവിടെ നല്ല ആംബിയൻസ് ആണ്. ഇപ്പോൾ ചെറിയൊരു മഴയൊക്കെ കഴിഞ്ഞ് നിൽക്കുക കേട്ടോ. രസമുള്ളൊരു ആംബിയൻസിൽ നല്ല ഒരു മീഡിയം തണുപ്പുണ്ട്. ഒരു സന്ധ്യ നേരം ആവണു. ഞാൻ പറഞ്ഞല്ലോ ഇവിടെ വെസ്റ്റ് ബംഗാളിൽ വേഗം ഇരുട്ടാവും. അപ്പോൾ ആ ഒരു വൈബിൽ ഇങ്ങനെ നിൽക്കുക. ഒരുപാട് ആൾക്കാർ കാണാൻ വന്നിട്ടുണ്ട്. കാരണം ഇതിനുള്ളിൽ ഭാരതി ക്യാമ്പസ് മാത്രമല്ല, വിശ്വഭാരതിയുടെ ക്യാമ്പസ് അല്ലാണ്ട് മ്യൂസിയം ഒക്കെ ഉണ്ട്. അപ്പം സാധാരണ ആൾക്കാർ, ടൂറിസ്റ്റുകളൊക്കെ ഇവിടെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. അതിലൊരാളാണ് നമ്മളും. അപ്പോൾ നമ്മളിവിടുത്തെ കുറേ വിഷ്വൽസൊക്കെ നമ്മളിങ്ങനെ പകർത്തുന്നുണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഏകദേശം ഈ ഒരു വഴിക്ക് നടന്നു നോക്കുക. ഇവിടെ കുറേ സ്റ്റാച്യൂസൊക്കെ ഉണ്ട്. പല രീതിയിൽ മറ്റേ വെള്ളാരങ്ങളിലൊക്കെ വെച്ചിട്ട് പല രീതിയിലും അലങ്കരിച്ചിട്ടുണ്ട്. നിറയെ മരങ്ങളാണ്, നല്ല തണലാണ്. വെയിൽ സമയത്ത് ഇതിനുള്ളിൽ കയറുമ്പോൾ ഭയങ്കരമായിട്ട് നമുക്കൊരു ആശ്വാസമുണ്ട്. തണുപ്പൊക്കെയാണ്, ഭയങ്കര തണുപ്പാണ്, ചൂടൊന്നുമില്ല. തെങ്ങൊക്കെ ഉണ്ട് കേട്ടോ. തെങ്ങൊക്കെ കാണുമ്പോൾ നാടൊക്കെ ഓർമ്മ വരുന്നുണ്ട്. അയ്യോ വെള്ളം. അപ്പം ഞാൻ എന്തായാലും ഇവിടെ നിന്ന് ചുമ്മാ നടന്ന് നോക്കുകയാണ്. നടന്ന് കണ്ടിട്ട് നമുക്ക് ആ കാഴ്ചകളൊക്കെ കാണാം.
അപ്പോൾ എൻ്റെ നേരെ പുറകിൽ കാണുന്നൊരു വീടില്ലേ, അത് നമ്മുടെ രവീന്ദ്രനാഥ ടാഗോർ നിർമ്മിച്ച വീടാട്ടോ. ടാഗോർജിക്ക് ഒരുപാട് വീടുകളുണ്ട്, അതിലൊരു വീട് മാത്രമാണിത്. അപ്പോൾ അതിനുള്ളിൽ നമ്മൾ കയറി, ഉള്ളിൽ എന്തായാലും നമുക്ക് വിഷ്വൽസ് എടുക്കാൻ വളരെ സ്ട്രിക്റ്റ് ആണ്. സോ അതാർക്കും കിട്ടില്ല. അപ്പോൾ നമ്മളും അതിലേക്ക് ചാടി കിടക്കുന്നില്ല, കാരണം റൂൾ ഈസ് റൂൾ. സോ കം. ഇത് നമ്മുടെ രവീന്ദ്രനാഥ ടാഗോർ യൂസ് ചെയ്ത കാറാണ് കേട്ടോ. അദ്ദേഹത്തിൻ്റെ പുതിയ കാറാണ്. ഞാൻ വളരെ ചെറുതായിട്ട് സംസാരിക്കുന്ന ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുള്ളൊരു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ടാഗോർജി ഉപയോഗിച്ച കാർ. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഇത് കാർ യൂസ്ഡ് ബൈ രവീന്ദ്രനാഥ ടാഗോർ. അപ്പോൾ വിശ്വഭാരതിയോട് ബൈ ബൈ പറയാൻ നേരമായി, കാരണം ഏകദേശം കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു. ഇനി ഇവിടുന്ന് മറ്റ് യാത്രകളിലേക്കൊക്കെ പോകണം. അപ്പം ഞാനിവിടുന്ന് ഇങ്ങനെ നടന്ന് ഇനി അടുത്ത വഴിയിൽ നിന്ന് പോകണം.